നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഉണ്ടല്ലോ നമ്മൾ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമാണ് അത് മനസ്സിലാവുകയുള്ളൂ. അതുമാത്രമല്ല ഇന്ന് ഈ കാണിക്കുന്ന എല്ലാ ചെടികളുടെ കെയറിങ്ങും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല നാടൻ ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം എന്താന്ന് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് അങ്ങ് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ നല്ല ഒരു സെയിൽ വീഡിയോ ആണ്. അതായത് ഒത്തിരി പേരുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ നമ്മൾ ഡാലിയ പ്ലാന്റ്, അതായത് നല്ല നാടൻ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. കുറേ പേര് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ്, ഡാലിയ പ്ലാന്റ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ ഡാലിയ പ്ലാന്റും വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചെടികൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് കാണാൻ? ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുള്ള നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയായ ഡാലിയ പ്ലാന്റ് ആണ് കേട്ടോ. അതുമാത്രമല്ല എല്ലാം ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് കൂടുതലും നമുക്ക് ചേഞ്ച് കളറ് എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. പിന്നെ കുറേ എണ്ണത്തിൽ നമുക്ക് ഫ്ലവർ വിരിയാനുണ്ട്, എന്നാലും ഏകദേശം കുറേ എണ്ണത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, നല്ല വലിപ്പമുള്ള ഫ്ലവറുമാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതുപോലെ നമ്മളോട് ഈ ചെടി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ലോണം പോട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഈ ചെടി വരും കേട്ടോ. നോക്കി, ഇതതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഏത് പൂവിനെ കാണിക്കണമെന്ന് മനസ്സിലാകുന്നില്ല, അതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ബ്ലാക്ക് റോസ്. എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ബ്ലാക്ക് റോസിൽ പൂട്ട് നിൽക്കുന്നത്. നോക്കിയേ, ഇത് നമുക്ക് അധികം പ്ലാന്റ് ഇല്ല കേട്ടോ, ചുരുങ്ങിയ പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ ബ്ലാക്ക് റോസ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് റോസ് ഫസ്റ്റിൽ വിരിയുമ്പോൾ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലങ്ങ് വിരിഞ്ഞ് വന്നിട്ട് പിന്നീട് അത് കളർ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് മെറൂണായിട്ട് വരും കേട്ടോ. നോക്കി എന്ത് ഭംഗിയാണ്. ചില പ്ലാന്റ്സിൽ നമുക്കിതുപോലെ ലൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. എന്നാ ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഈ ബ്ലാക്ക് റോസ് നമുക്ക് ബഡ് റോസാണ്, അതുപോലെ നല്ല ഹെൽത്തിയായ പ്ലാന്റുമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് സൈസ്. നല്ല ഭംഗിയായിട്ട് മുട്ടോടുകൂടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ കാശ്മീർ റോസിൻ്റെ നല്ല ഡാർക്ക് പിങ്ക്. ഇതൊക്കെ നല്ല നാടൻ ഓൺ റൂട്ടഡ് റോസാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല നല്ല ഹെൽത്തിയായ നല്ല അടിപൊളി പ്ലാന്റുമാണ്. അതുപോലെ ഇത് നമ്മുടെ കാശ്മീർ റോസിൻ്റെ വൈറ്റ്. നോക്കി, ഇതിങ്ങനെ ഒരു കൊല നിറച്ചിങ്ങനെ കുറേ പൂക്കളുണ്ടാകും കേട്ടോ. അതും നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഓൺ റൂട്ടഡാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ലോണം റോസ് നടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അറിയാൻ മേലാത്തവരൊക്കെ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ റോസ് പ്ലാന്റ് നട്ടാൽ മതി. ആർക്കും തന്നെ റോസ് പ്ലാന്റ് നശിച്ചു പോകാതെ നല്ല ഭംഗിയായിട്ട് പിടിച്ച് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളും കാണുന്നതിന് മുന്നേ ഞാൻ പറയുവാണ്, ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് ചെടികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഫുള്ളും കാണുക കേട്ടോ, കണ്ടിട്ട് ഓർഡർ ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ച ചെടികളെല്ലാം കൂടെ കാണുമുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നത്, ഇപ്പം ഡാലിയ പ്ലാന്റ് 5 എണ്ണം ഒരു കോംബോ ആയിട്ട് അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു 5 പ്ലാന്റ്സ് അതൊരു കോംബോ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോണ ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് തരം ചെടിയാണെങ്കിലും ഒരു 5 എണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 5 പ്ലാന്റ് ഏത് പ്ലാന്റ് ആയിക്കോട്ടെ അതൊരു കോംബോ ആയിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ വേറൊരു ഓഫറും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഇനി നമ്മുടെ ഓഫറായിട്ട് തരുന്ന ചെടിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഇതാണ്, അതായത് 5 പ്ലാന്റ് അത് എടുക്കുന്നവർക്ക് നമ്മളിത് തരാൻ പോകുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി നമ്മുടെ ബോൾസം പ്ലാന്റ്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നിറച്ച് പൂവിടുന്ന ചെടിയാണ് കേട്ടോ. ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇത് ഓഫറായിട്ട് ഇതിൻ്റെ കൂടെ തരുന്നതായിരിക്കും കേട്ടോ. ഇനി ബോൾസം പ്ലാന്റ് വേണ്ട, ഓഫറായിട്ട് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് നമ്മുടെ ഡെയ്സി പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് നല്ല മജന്ത കളർ കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലത്തെ ജിഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ 2 പ്ലാന്റ്സ് വെക്കുന്നതായിരിക്കും കേട്ടോ, അതായത് ബോൾസം വേണ്ട എന്നുള്ളവർക്ക്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫർ. ഈ കാണുന്നതാണ് നമ്മുടെ ജിഫി പ്ലാന്റിലെ ഡെയ്സി പ്ലാന്റിൻ്റെ കളർ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബോൾസം പ്ലാന്റ് സെപ്പറേറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും വാങ്ങാവുന്നതാണ്. നമ്മുടെ ഈ ചെടികൾ കാണുമ്പോൾ ഉണ്ടല്ലോ
അയ്യോ ഈ ചെടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകും അല്ലേ? പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് മേടിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു 3 പ്ലാന്റായിട്ടും ഞാൻ തരുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള ഏതെണ്ണം 3 പ്ലാന്റ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ എടുക്കുന്നവർക്ക് നമ്മൾ ഓഫറായിട്ട് വെക്കുന്ന പ്ലാന്റ് തരില്ല കേട്ടോ. അപ്പം ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും 3 പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡാലിയ പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡാലിയ പ്ലാന്റ് വാങ്ങുന്നവർ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ഈ ഒരു ചെടി കിട്ടിക്കഴിയുമ്പം ഇതുപോലെയുള്ളൊരു ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു കഷ്ണം കട്ടിങ് എടുത്തിട്ട്, ഇനി 1 or 2 ആയിക്കോട്ടെ, കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ മണലിൽ, വെറും എംസാൻഡിലോ മണലിലോ കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് മാറ്റി പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ചെടി നമ്മളോട് വാങ്ങുന്നവർക്ക് ഈ ഒരു കട്ടിങ്ങും കൂടെ നമ്മൾ മാറ്റി കുത്തിപ്പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു 1, 2 അല്ലെങ്കിൽ 3 ചെടിയോളം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഓർക്കിഡ് റോസ്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. ഇത് നാടൻ ഓൺ റൂട്ടഡ് ഓർക്കിഡ് റോസാണ്. എല്ലാ റോസിലും ഇതാട്ടോ നിറച്ച് മുട്ടുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുമാത്രമല്ല അത്യാവശ്യം നല്ല ഹെൽത്തിയായ വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതാ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൂ വിരിയും കേട്ടോ. അതുപോലെയുള്ള ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ റോസ് പ്ലാന്റ് നമ്മൾ നടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് നടുമ്പോഴേ ഒത്തിരി ചാണകപ്പൊടി ഇട്ട് നമ്മുടെ ചെടി നടാതിരിക്കുക. ജസ്റ്റ് മണ്ണ്, മണൽ, ചകിരിച്ചോറ്, കരിയില ഇതെല്ലാം കൂടി ഇളക്കിയിട്ട്, ഇനി ചാണകപ്പൊടി ഫസ്റ്റ് ഇട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെയുള്ളൊരു നല്ല എന്താ പറയുക വെള്ളം വാർന്നു പോകുന്നൊരു മണ്ണിൽ നമ്മുടെ ചെടീനെ നട്ടു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നല്ലൊരു ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്തിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഓർക്കിഡ് റോസിൽ ഇങ്ങനെ കൊല കുത്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം. ഗ്രൗണ്ട് ജെറേനിയം എന്ന് വെച്ചാലുണ്ടല്ലോ നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്ന് ചോദിച്ചാൽ ഓവർ നമ്മളിങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. അപ്പോൾ നമ്മൾ ഒരു നോർമൽ സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുത്താൽ മതി. ഈ ചെടി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നമ്മൾ അധികം വെള്ളം കൊടുക്കരുത്. ഒത്തിരി വെള്ളം കൊടുത്താൽ നമ്മുടെ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും കേട്ടോ. അപ്പം മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് നനയാൻ മാത്രമേ പാടുള്ളൂ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുന്ന ചെടിയാണ് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം പൂവിട്ട് നിൽക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നട്ടു വെച്ചേക്കുന്നതാണേ. ഇതൊക്കെ അതിൻ്റെ കളറുകളാണ് കേട്ടോ. കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിയ ഓരോ കളറും കാണാനായിട്ട്. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചെടികളുണ്ടല്ലോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പം എനിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാനും അത് ഓരോന്ന് സെർച്ച് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ എനിക്കും എളുപ്പമാണ്, നിങ്ങൾക്കും എളുപ്പമാണ് കേട്ടോ. ഇത് നോക്കിയേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ബ്ലാക്ക് റോസൊക്കെ. നമ്മുടെ പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയാണ് കേട്ടോ നമ്മൾ അധികം പ്ലാന്റ്സ് അയക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെടി അയക്കുന്നോ ആ സമയത്ത് മെസ്സേജ് തരുന്നതായിരിക്കും കേട്ടോ, ഇന്ന ദിവസം അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സ് തരുന്നതിൻ്റെ കൂട്ടത്തിൽ മസ്റ്റായിട്ടും ഫോൺ നമ്പർ തരാനായിട്ട് ആരും മറക്കരുത്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പർ കറക്റ്റ് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തന്നില്ലെങ്കിൽ അത് അവിടെ DTDC ഓഫീസിൽ വന്നിട്ട് അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്ലാന്റ് ആണെന്നുള്ളൊരു ഓർമ്മയോട് കൂടെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ അയക്കുന്ന സമയം നിങ്ങൾക്ക് മെസ്സേജ് തരും. അപ്പോൾ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണം കേട്ടോ. അപ്പം അതൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അതിമനോഹരമായ നമ്മുടെ ഡാലിയ പ്ലാന്റ്സിൻ്റെയും നമ്മുടെ റോസ് പ്ലാന്റ്സിൻ്റെയും ഒക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവരും, അതായത് പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഏതൊരു പ്ലാന്റ് നട്ടാലും നമ്മൾ നടുന്ന ഒരാഴ്ചത്തേക്ക് നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെക്കാതെ തണലത്ത് വെച്ച് വളർത്തിയെടുക്കുക. അതിനുശേഷം പിന്നീട് നമുക്ക് സൺലൈറ്റ് കിട്ടുന്നിടത്ത് എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് മാറ്റി കുത്തിപ്പിടിപ്പിക്കേണ്ട കാര്യം ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് അതായത് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒത്തിരി പൂക്കളാക്കിയെടുക്കാം, ഒത്തിരി ചെടികളാക്കിയെടുക്കാം കേട്ടോ. ഒരു സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളർ ഗ്രോ ബാഗിൽ ഇതുപോലെ ചെടി നടുമ്പം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു കവറിൽ നമ്മൾ ചെടി നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഗ്രോ ബാഗ് നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഗ്രോ ബാഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസാണ് കേട്ടോ. ഇതാ നല്ല ഉള്ളിലൊക്കെ നല്ല വിസ്താരമുണ്ട്. നമുക്ക് ആവശ്യാനുസരണം മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിട്ട ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് മുന്നേ എങ്ങാണ്ടായിട്ട് നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു റോസ് പ്ലാന്റ് നടുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അന്ന് നമ്മുടെ റോസ് നട്ട് കൊടുക്കുന്ന വീഡിയോ ഇട്ടേ, ആ റോസാണ് കേട്ടോ ഇത് കണ്ടോ. ഞാൻ നട്ടിട്ട് ഇതുപോലെ നല്ല തണലത്തേക്ക് വെച്ച് കൊടുത്തേക്കുവാണ്. ഇതാ പ്ലാന്റിന് ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നുണ്ട്.